കൊന്നിച്ചു മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 5 ആണ്. സോ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സോളോ ലെവലിംഗിൻ്റെ ഇതിനു മുമ്പിട്ട എല്ലാ വീഡിയോസും കാണുക. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേജ് സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് താഴെ കാണിക്കുന്ന ആ ഒരു ഹൈ ബട്ടണില്ലേ അതും കൂടെ ഒന്ന് അമർത്താൻ മറക്കണ്ട. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് രണ്ട് സോൾജേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു സോൾജർ ചോദിക്കുന്നുണ്ട്, സാർ നമുക്ക് ഇവന്മാരൊക്കെ പിടിച്ചെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ കേട്ടത് ഈ ബുള്ളറ്റ്സ് ഒന്നും അവരുടെ മേത്ത് വർക്ക് ചെയ്യത്തില്ലെന്നാണ്. എടാ അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? മുകളിൽ നിന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ അനുസരിക്കണം. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ ഈ അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് എനിക്ക് എന്തോ പന്തി കേട്ട് തോന്നുന്നു. അതെനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സമയത്താണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ ബേക്ക് യൂൻഹോയും അതേപോലെ സൂഹയും കൂടെ അവിടെയുള്ള എല്ലാ പ്രിസണേഴ്സിനെ അടിച്ച് നശിപ്പിക്കുന്നതാണ്. അവർ കണ്ണി കാണുന്ന എല്ലാവരും അങ്ങോട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ആർക്കും പിടിച്ചു നിർത്താൻ സാധിക്കാത്ത രണ്ട് മാസീവ് ഉള്ള ബീസിനെ പോലെയായിരുന്നു അവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് നമ്മുടെ ബേക്ക് ചോദിക്കുന്നുണ്ട്, നിനക്കൊരു സമ്മൺ സ്കിൽ ഉണ്ടായിട്ട് കൂടിയും നിനക്ക് ഇങ്ങനെയധികം ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഈ സമയത്ത് നമ്മുടെ സൂഹം മനസ്സിലാലോചിക്കുന്നുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വൈറ്റ് ടൈഗർ ഗിൽഡിൻ്റെ ഗിൽഡ് മാസ്റ്ററാണ് എൻ്റെ അപ്പൂപ്പനാണ് രക്ഷിച്ചതും ആ സ്കോഡിൽ ഉണ്ടായിരുന്നതെന്ന്. എന്തായാലും ഗിൽഡ് മാസ്റ്റർ ബേക്ക് യൂഹോ, താങ്കൾ ഇത്ര അടിപൊളിയാന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോ എസ്റാങ്കേഴ്സ് വേറൊരു ലെവൽ തന്നെയാണല്ലേ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എടാ നീ എന്നെ അങ്കിൾ എന്ന് മാത്രം വിളിച്ചാൽ മതി. അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞ പോലെ ഇത്രയധികം ഒച്ച വെച്ചാണ് ഇവിടെ വരെ വന്നത്. പക്ഷേ നമ്മളിങ്ങനെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഓടി ഒളിക്കത്തേ ഉള്ളല്ലോ. ഈ വില്ലൻസ് ഒന്നും പുറത്തോട്ട് പോലും വരത്തില്ലല്ലോ. സുഹോ, നീ ശരിക്കും ഒരു റുക്കി തന്നെയാണല്ലേ. ഞാനൊരു കാര്യം പറയാം, നമ്മളിവിടേക്ക് വന്നത് വില്ലൻസിനെ പിടിക്കാനല്ല, പകരം ആൾക്കാരെ രക്ഷിക്കാനാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അലറാൻ തുടങ്ങും. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മളിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അവർക്ക് ആക്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. സോ ആരെങ്കിലും രക്ഷിക്കാനാണെങ്കിൽ ഇതാണ് ബെറ്റർ ആയുള്ള അപ്രോച്ച്. ഓ അതെന്തായാലും കൊള്ളാം, ഞാൻ ഒരിക്കലും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കിയുള്ളവർ രക്ഷിക്കുന്ന കാര്യം മറന്നുപോയി. എനിക്ക് വില്ലൻസിനെ മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. സോ ഇതാണല്ലേ ഒരു ഗിൽഡ് മാസ്റ്ററിൻ്റെ യഥാർത്ഥ മൈൻഡ് സെറ്റ്. അല്ലേ സുഹോ, നിനക്ക് ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോ? ഇല്ല. എന്തോ പറ്റി? അതെന്തായാലും നന്നായി. കാര്യം എൻ്റെ ഡോട്ടറും സിംഗിളാണ്. സോ ക്യാപ്റ്റൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്കൊരു മരുമോനെ കിട്ടുമെന്ന് പറയുന്നത് അതെന്തായാലും നല്ല കാര്യം തന്നെയാണ്. ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ സുഹയും ഞെട്ടുന്നുണ്ട്. ഈ ടൈമിലാട്ടെ നമ്മുടെ ചെയർമാൻ ബാക്കിയുള്ളവരും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചെയർമാൻ നോക്കാൻ നേരത്ത് താഴത്ത് നമ്മുടെ ഹണ്ടർ മീഹോ ഉണ്ടായിരുന്നു. സംഭവം വരുന്നുണ്ടല്ല, പുള്ളിക്കാരി കുറച്ചധികം ആൾക്കാരെ രക്ഷിച്ച് അവിടെ ഒരു റൂഫ് ടോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഈ ടൈമിൽ മുകളിൽ നിന്ന് മറ്റൊരു കാര്യം കൂടെ അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ കൂടാതെ മറ്റാരെ കൂടെ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? ഒരു ബ്ലാക്ക് കളറിലെ ഹ്യൂമനോഡ് ഫിഗേഴ്സ്, അവരാരാണ്? മോൺസ്റ്റേഴ്സ് ആണോ? അത് കൃത്യമായി എനിക്കും അറിഞ്ഞൂടാ. ഈ ടൈമിലാട്ടെ നമ്മുടെ ലിം തേഗ്യു എന്നിട്ടിട്ട് പറയുന്നുണ്ട്. സോ അതിനർത്ഥം എനിക്ക് അവരെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞിട്ട് ആ ഒരു ഹെലികോപ്റ്ററിന്റെ ഡോർ തുറക്കുന്നുണ്ട്. എന്നിട്ട് പറയും ഞാൻ എന്തായാലും അവരുടെ കാര്യം നോക്കിക്കോളാം. പക്ഷേ നമ്മുടെ വൂ ആട്ടെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അവൻ നേരെ താഴത്തേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. ഇത് കാണുന്ന വൂവും ഞെട്ടി. അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ താഴെയുള്ള എല്ലാവരും ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് പ്രിപ്പയർ ചെയ്ത് ആ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു അറ്റാക്ക് സുഹുവിന്റെ എല്ലാ സോൾജേഴ്സിനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. ഈ കാര്യം സുഹു ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ബേക്ക് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട, അവരെന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. അവർ നമുക്ക് ഹണ്ടർ അസോസിയേഷൻ നയിച്ച എസ് റാങ്ക് ഹണ്ടേഴ്സ് ആണ്. അതെന്തായാലും നമുക്ക് സപ്പോർട്ടാണ്. എന്നാൽ ഇതേ നേരത്ത് സുഹു അത്യാവശ്യം റിലീഫായിട്ടുണ്ട്. പക്ഷേ പെട്ടെന്നാണ് ലിം തേഗ്യുവിന് ദേഷ്യം വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, സങ് സുഹോ, നിന്നെ ഞാൻ കണ്ടെത്തിയിടാ. പെട്ടെന്ന് ലീമിൻ സങ്ങിൻ്റെ ആ ഒരു ഫോട്ടോ അവൻ്റെ മനസ്സിലേക്ക് വരും. എന്നിട്ട് പറയുന്നുണ്ട്, നീ ആ സ്റ്റാർ ഡസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കത്തില്ലെന്നും പറഞ്ഞിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. അതാട്ടെ നമ്മുടെ സൂഹുവിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടുണ്ട്. പക്ഷേ പെട്ടെന്ന് ബേക്ക് അത് കയറി പിടിക്കുകയും ചെയ്യും. എന്നിട്ട് ലിം തേഗ്യു നേരെ താഴത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹണ്ടർ ബേക്ക് യൂൻഹോ, നീ എന്തിനാണ് ഒരു ക്രിമിനലുമായിട്ട് കൂട്ടി നിൽക്കുന്നത്? ക്രിമിനലോ? നീ നടങ്ങിക്കേ, ഇതെന്ത് തെറ്റിദ്ധാരണ മാത്രമാണ്. ആദ്യം ഞാൻ പറയുന്നതിലേക്ക് ഞങ്ങൾ എന്തായാലും അവനെ വിളിച്ചിരുന്നു ഒരു തവണ ഹണ്ടർ അസോസിയേഷനിൽ നിന്ന്. പക്ഷേ അവനത് റിജക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ്, സങ് സൂഹോ ഒരു വില്ലൻ തന്നെയാണ്. പെട്ടെന്ന് എവിടെ നിന്ന് കയറി വന്ന് ഒരാളെ വില്ലെന്ന് വിളിക്കുന്നത് അതത്ര നല്ലതല്ലല്ലോ. അത് മാത്രമല്ല എനിക്കറിയാം ലീ മിൻസങ്ങിന് സംഭവിച്ചത് എന്താണെന്ന്. പക്ഷേ അതിനും സൂഹുമായിട്ട് വലിയ ബന്ധമുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂഹു ഇവിടെ ഉള്ളവരെ രക്ഷിക്കാൻ നോക്കുമെന്ന് പറയുന്നിടത്ത് അവൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഒരു അറ്റാക്ക് അങ്ങോട്ട് പോയി. എന്നിട്ട് പറയുന്നുണ്ട്, ബേക്ക് യൂനുമായിട്ടുള്ള നിൻ്റെ റിലേഷൻ എന്തുവാന്ന് ചോദിക്കാൻ നിർത്ത്. അവൻ പറയുന്നുണ്ട്, സോ ഞാൻ മര്യാദക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് മനസ്സിലാകത്തില്ലെന്നും പറഞ്ഞിട്ട് അവൻ നേരെ അവൻ്റെ ബീസ്റ്റ് ഫോമിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ആ ക്ലാഷ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ആ ഒരു ക്ലാഷ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ സമയത്ത് സുഹിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ല. അവൻ മനസ്സിൽ പറയുന്നുണ്ട്, കോപ്പ്, ഞാനിവിടെ ഇങ്ങനെ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യും. അത് ഒട്ടും തന്നെ നല്ലതല്ല.
പെട്ടെന്നായിരുന്നു അവരുടെ ചുറ്റിനും ഒരു തീ കൊണ്ടുള്ള ഒരു വലയം സൃഷ്ടിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ചോയും ബാക്കിയുള്ളവരും അവിടേക്ക് നടന്നു വരുന്നുണ്ട്. ഈ സമയത്ത് ചോയ് പറയുന്നുണ്ട്, എല്ലാവരും ആദ്യം ഒന്ന് സമാധാനപ്പെടാൻ നോക്ക്. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനൊരു സമയത്ത് നമ്മൾ പരസ്പരം തമ്മിൽ തല്ലുന്നത് അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ബാക്കിയുള്ള എസ് റാങ്കേഴ്സും ഇവിടേക്ക് വന്നിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല ഹണ്ടർ അസോസിയേഷനിലെ ചെയർമാനായുള്ള വു ജിൻചോലും ഇവിടെ ഉണ്ടല്ലോ. ആ ടൈമിൽ ബേക്ക് പറയുന്നുണ്ട്, സോ ഫൈനലി കുറച്ചധികം പേര് വന്നിട്ടുണ്ടല്ലേ. എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഞാനതിൽ സൂഹനെ വൗച്ച് ചെയ്യാൻ തീരുമാനിച്ചു. കാര്യം അവരുടെ ക്യാപ്റ്റൻ്റെ ഗ്രാൻഡ് സൺ ആണ്. ഈ സമയത്ത് അവരെല്ലാവരും ഇവൻ്റെ നേരെ തിരിഞ്ഞിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ഹണ്ടർ മീഹോയിൽ പറയുന്നുണ്ട്, അച്ഛാ കണക്ഷൻസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. അത് കുറച്ച് ഓവറല്ലേ. ആ ടൈമിലാട്ടെ നമ്മുടെ ചോയ് പറയുന്നുണ്ട്, ഞാനും എന്തായാലും ലിം തേഗിയുമായിട്ടാണ് എഗ്രി ചെയ്യുന്നത്. ഒരു തവണ നമ്മൾ അവനെ വിളിച്ചതാണ്, പക്ഷേ ആ സമയത്ത് അവൻ നമ്മളെ ബിട്രേ ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് അവനെ വിശ്വാസമില്ല. ഈ ടൈമിലാട്ടെ പാക്കുടിച്ചിന് ഒന്നും മിണ്ടാതെ നിൽക്കും. ആ ടൈമിൽ നമ്മുടെ ലിം തേഗ്യു പറയുന്നുണ്ട്, സോ ബാക്കിയുള്ള എല്ലാ ഹണ്ടേഴ്സും എൻ്റെ കൂടെയാണല്ലോ നിൽക്കുന്നത്. സോ ഇനി എന്തിനാണ് ഈ ക്രിമിനലിനെ പേഴ്സണൽ ഫീലിങ്സ് കാരണം ഇങ്ങനെ മാറ്റി നിർത്താൻ നോക്കുന്നത്? അതുകൊണ്ട് ഒരു തവണ കൂടെ ഞാൻ പറയും, പേക്ക് യൂൻഹോ, മുന്നിൽ നിന്ന് മാറാൻ നോക്ക്. നീ മാറിയില്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെ പിടിച്ച് മാറ്റുന്നതാണ്. ആ സമയത്ത് പേക്ക് പറയുന്നുണ്ട്, പക്ഷേ എന്തൊക്കെയാണെങ്കിലും നമ്മളൊന്ന് സംസാരിക്കുന്നതല്ലേ നല്ലത്. ആ ടൈമിൽ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരാൾ പറയുന്നുണ്ട്, ശരിയാണ്, ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ചെയർമാനായിരുന്നു. ചെയർമാൻ സൂഹോന്റെ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, ഹണ്ടർ സങ് സൂഹോ, നിനക്ക് തന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നും ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, അടുത്ത വ്യാഴാഴ്ച തന്നെ അടുത്ത എപ്പിസോഡ് വരുന്നതാണ്. സോ അന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. സോ നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട.